ഫഇദാ ഖറജൽ ഇമാമു, ഇമാം പള്ളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹദറത്തിൽ മലായികതു യസ്തമിഊന ദിക്റ, മലക്കുകൾ ദിക്ർ കേൾക്കാൻ വേണ്ടി പള്ളിയുടെ വാതിലുകളിൽ നിന്നെല്ലാം മാറി സഫുകളിൽ വന്നിരിക്കുമെന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ജുമാ നിർവഹിക്കുമ്പോൾ ഈ പള്ളിയിൽ ആരുണ്ട്? മലക്കുകളുണ്ട്. നമ്മൾ കാണാത്തത് കൊണ്ടാണ്, നമുക്ക് കാണാൻ പറ്റുന്നില്ല. പക്ഷെ ആ മലക്കുകൾ നമ്മൾ ഖുതുബ കേൾക്കുന്നത് പോലെ അവരും ഈ പള്ളിയിലിരുന്ന് ഖുതുബ കേൾക്കുന്നുണ്ട്. മറ്റൊരു ഹദീസിൽ കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഇദാ കാന യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസമായാൽ, കാന അലാ കുല്ലി ബാബിൻ മിൻ അബ്വാബിൽ മസ്ജിദി അൽ മലായിക, മസ്ജിദിൻ്റെ എല്ലാ വാതിലുകളിലും മലക്കുകൾ ഉണ്ടാവുമെന്നാണ്. വെള്ളിയാഴ്ച ദിവസം പ്രത്യേക മലക്കുകളാണ്. യക്തുബൂനൽ അവ്വല ഫൽ അവ്വല, ആദ്യം പള്ളിയിലേക്ക് വരുന്നവരുടെ പേര് എഴുതി വെക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, നമ്മളുടെ പേര് സിറാജ്, നുജൂംക, ചിസ്തി, ഇസ്മായിൽ, ഈ നിലക്ക് അവരുടെ പേരുകൾ എഴുതി വെക്കുന്നു എന്നാണ്. ആദ്യം വരുന്ന ആളുകളുടെ പേരുകൾ എഴുതി വെക്കുന്നു. അത് ചെറിയ കാര്യമാണോ? ഫഇദാ ജലസൽ ഇമാമു തവവു സുഹുഫ, ഇമാം മിമ്പറിൽ കയറി കഴിഞ്ഞാൽ, അവിടെ സലാം പറഞ്ഞ് ആ സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആ പുസ്തകം അവർ മടക്കി വെക്കുകയാണ്. പിന്നെ ആരുടെയും പേര് എഴുതുന്നില്ല, പിന്നെ വരുന്ന ആളുകളുടെ പേര് എഴുതുന്നില്ല, അഥവാ ബാങ്കിന് ശേഷം വരുന്നവരുടെ പേര് എഴുതി വെക്കപ്പെടുന്നില്ല. വജാഉ യസ്തമിഊന ദിക്ർ, കാരണം എന്താണ്? അവർ ഖുതുബ കേൾക്കാൻ വേണ്ടി വന്നിരിക്കും. കാരണം ഖുതുബ അത്രയും പ്രധാനപ്പെട്ടതാണ്. മലക്കുകൾ എന്തിനാണ് ഖുതുബ കേൾക്കുന്നത്? അള്ളാഹുവിനോട് ഒരിക്കലും അനുസരണക്കേട് കാണിക്കാത്ത, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് മുഴുവൻ അനുസരിക്കുന്ന മുഖറബീങ്ങളായ മലക്കുകൾ പോലും ഖുതുബ കേൾക്കാൻ വേണ്ടി ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ യസ്തമിഊന എന്നാ പറഞ്ഞത്. ഇസ്തിമാ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചു കേൾക്കുക എന്നാണ്. മലക്കുകൾ ശ്രദ്ധിച്ചു ഖുതുബ കേൾക്കുന്നു. അപ്പോൾ പിന്നെ പാപം ചെയ്യുന്നവരായിക്കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഞാനും നിങ്ങളും എത്ര ശ്രദ്ധയോടുകൂടി ഖുതുബ കേൾക്കണം. അപ്പോൾ അതിൽ 2 പോയിന്റുകളാണുള്ളത്. ഒന്നാമത്തെ പോയിന്റ്, ഖുതുബയെ ആണ് ഇവിടെ ദിക്റുള്ള എന്നതുകൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ചത്. കാരണം ഈ ഹദീസിൽ യസ്തമിഊന ദിക്റ, ഖുതുബ എന്നല്ല പറഞ്ഞത്, ഖുതുബ കേൾക്കാൻ എന്നല്ല പറഞ്ഞത്, ദിക്ർ കേൾക്കുക. 2 റിവായത്തിൽ, ഈ 2 റിവായത്തിൽ മാത്രമല്ല, ഒരുപാട് റിവായത്തുകളിൽ, ആ റിവായത്തുകളിലൊക്കെ ഖുതുബ എന്നതിനേക്കാൾ ദിക്ർ എന്ന പദമാണ് പ്രയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വെള്ളിയാഴ്ച ദിവസം പള്ളിയിലേക്ക് വരാൻ പറഞ്ഞതിൻ്റെ മഖ്സദുകളിൽ വളരെ പ്രധാനപ്പെട്ടത് ഇസ്തിമാഉൽ ഖുതുബയാണ്, ഖുതുബ കേൾക്കലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തത്, എന്തിനാണ് ഈ ഖുതുബ പറയുന്നത്? ശരിക്കും ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ. ഇസ്ലാമിലെ ഓരോ ഇബാദത്തിനും അതിൻ്റെതായ ഒരു ലക്ഷ്യമുണ്ട്. ഒരു കാര്യം ഒരു ലക്ഷ്യത്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്. ആ ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെടുക എന്നുള്ളതാണ് പ്രധാനം. എന്താണ് ഖുതുബയുടെ ലക്ഷ്യം? ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, ജാബിർ ഇബ്നു സമുറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, കാനത് ലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുതുബതാൻ, അള്ളാഹുവിൻ്റെ റസൂലിന് വെള്ളിയാഴ്ച ദിവസം 2 ഖുതുബയുണ്ടായിരുന്നു. യജ്ലിസു ബൈനഹുമാ, ആ 2 ഖുതുബകൾക്കിടയിൽ അള്ളാഹുവിൻ്റെ റസൂൽ അല്പം ഇരിക്കും. യഖറഉൽ ഖുർആന വയുദക്കിറുൻ നാസ്. ശരിക്കും ശ്രദ്ധിക്കുക, ഖുർആൻ ഓതിക്കൊണ്ട് ജനങ്ങളെ ഉത്ബുദ്ധരാക്കിയിരുന്നു. തദ്കീറുന്നാസ് എന്ന് പറഞ്ഞാൽ ജനങ്ങളെ ഓർമ്മപ്പെടുത്തലാണ്. അത് പാടില്ല, ഇത് പാടുണ്ട്, അത് പുണ്യമാണ്, ഇത് വാജിബാണ്, ഇത് സുന്നത്താണ് എന്നിങ്ങനെ തുടങ്ങി ഹറാമും ഹലാലുകളും പഠിപ്പിക്കുക, പുണ്യകർമ്മങ്ങൾ പഠിപ്പിക്കുക, വാജിബാത്തുകൾ പഠിപ്പിക്കുക. ഇങ്ങനെ സമൂഹത്തെ ഉത്ബുദ്ധരാക്കുന്ന പ്രവൃത്തിയുടെ പേരാണെന്ത്? ഖുതുബ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെ ഉത്ബുദ്ധരാക്കി എന്നാണ്. കാരണം എന്തിനാ ശ്രദ്ധിച്ച് കേൾക്കുന്നത്? ഉത്ബുദ്ധരാകാൻ വേണ്ടി. എന്നാൽ ജനങ്ങൾക്ക് മനസ്സിലാകാത്ത ഭാഷയിലാണെങ്കിലോ അവിടെ എന്ത് നടക്കൂല? തദ്കിറത്ത് നടക്കൂല, ഉത്ബോധനം നടക്കുകയില്ല. അതുകൊണ്ടാണ് മുഹമ്മദ് ഇബ്നു ജരീർ അത്ത്-തബരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രവാചകന്മാരെയും ഒരു നാട്ടിലേക്ക് അയക്കുമ്പോൾ ആ നാട്ടിലെ ജനങ്ങളുടെ ഭാഷ സംസാരിക്കുന്നവരായിക്കൊണ്ടാണ് അയക്കുന്നത്. കാരണം ഇംഗ്ലീഷ് അറിയാവുന്ന ഒരു നാട്ടിലേക്ക് പോയിട്ട് ഒരു പ്രവാചകൻ അറബിയിൽ സംസാരിച്ചാൽ ഇംഗ്ലീഷുകാർക്ക് അറബി മനസ്സിലാവില്ല. അറബി സംസാരിക്കുന്ന ഒരു നാട്ടിലേക്ക് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു പ്രവാചകൻ അയച്ചാൽ അറബികൾക്ക് കാര്യം മനസ്സിലാവില്ല. അപ്പോൾ ഓരോ നാട്ടിലെയും ജനങ്ങൾക്ക് കാര്യം മനസ്സിലാവണമെങ്കിൽ അവർക്കറിയാവുന്ന ഭാഷയിൽ സംസാരിക്കണം.
അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നാട്ടിലേക്കും അയച്ച പ്രവാചകന്മാർ അവരവരുടെ ഭാഷയിൽ സംസാരിക്കുന്നവരായിരുന്നു. അതിനെക്കുറിച്ച് പറയുന്നിടത്ത് അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. അദ്ദേഹം പറയുന്നത് ലിഅന്നൽ മുഖാതബ വൽ മുർസല ഇലൈഹി ഇല്ലം യഫ്ഹം മാ ഖൂതിബ ബിഹി വഉർസില ബിഹി ഇലൈഹി ഫഹാലുഹു ഖബ്ല അൽ ഖിതാബി വഖബ്ല മജീഇ റിസാലത്തി ഇലൈഹി വബഅദഹു സവാഉൻ. ഒരു ജനതക്ക് തിരിയാത്ത ഭാഷയിൽ സംസാരിക്കുന്ന പ്രവാചകന്മാർ വന്നാൽ ഉത്ബോധനത്തിന് മുമ്പുള്ള ജീവിതവും ഉത്ബോധനത്തിന് ശേഷമുള്ള ജീവിതവും കേൾക്കുന്നവർക്ക് ഒരുപോലെയായിരിക്കും, ഒരു മാറ്റവും ഉണ്ടാവില്ല. മദ്യപിക്കരുത് എന്ന് പറഞ്ഞാൽ മദ്യപിക്കാതിരിക്കണമെങ്കിൽ കള്ളു കുടിക്കരുത് എന്നാണ് എന്നോട് പറഞ്ഞത് എന്നത് കേൾക്കുന്ന ആൾക്ക് തിരിയണം. അള്ളാഹുവിൽ പങ്കു ചേർക്കരുത് എന്ന് പറയുമ്പോൾ അള്ളാഹുവിൽ പങ്കുചേർത്ത ഒരു വ്യക്തി അത് ഒഴിവാക്കി അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന, അവനോട് മാത്രം പ്രാർത്ഥിക്കുന്ന അവസ്ഥ ഉണ്ടാവണമെങ്കിൽ എന്നോട് പറയുന്നത് അള്ളാഹുവിൽ പങ്കുചേർക്കരുത് എന്നാണ് എന്ന് കേൾക്കുന്ന ആൾക്ക് തിരിയണം. അത് പലിശയാകട്ടെ വേറെ ഏത് തിന്മയാകട്ടെ, എന്താണ് പറയുന്നത് എന്ന് തിരിഞ്ഞിട്ടില്ലെങ്കിൽ വെള്ളിയാഴ്ച ഖുതുബക്ക് പോകുന്ന ഒരാൾക്ക് അതിനു മുമ്പ് എന്തെല്ലാം ദൂഷ്യങ്ങളുണ്ടായിരുന്നോ ഖുതുബ കേട്ടതിന് ശേഷവും അതേ പ്രവൃത്തി അയാൾ തുടരും. കാരണം ഖുതുബയിൽ പറഞ്ഞ ഭാഷ അദ്ദേഹത്തിന് തിരിയാത്തത് കൊണ്ട്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുതുബ നിശ്ചയിച്ചത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുതുബ നിർവഹിച്ചത് ജനങ്ങളെ ഉത്ബുദ്ധരാക്കാൻ വേണ്ടിയാണ്. 23 വർഷക്കാലഘട്ടം കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സമൂഹത്തെ സംസ്കരിച്ചെടുത്തത് ഖുർആനും സുന്നത്തും അവർക്കറിയാവുന്ന രൂപത്തിൽ ബയാൻ ചെയ്തുകൊണ്ട്, വിശദീകരിച്ചു കൊടുത്തുകൊണ്ട്, ഉപമകൾ പറഞ്ഞുകൊണ്ട്. നമുക്കറിയാം ബിലിസാനിൻ അറബിയ്യിൻ മുബീൻ, വ്യക്തമായ അറബി ഭാഷയിലാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് ചെയ്യുന്നത്? ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം, ജനങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ട ആ ഖുർആനിനെ അള്ളാഹുവിൻ്റെ റസൂൽ വീണ്ടും വിശദീകരിക്കുകയാണ്. എന്നിട്ടും മനസ്സിലാകാതിരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ഉപമകൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഇങ്ങനെ വിശദീകരിച്ച് കാര്യങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സമൂഹത്തെ വാർത്തെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ദിവസം ഖുതുബ കേൾക്കുക, ആ ഖുതുബ കേട്ടിട്ട് അതിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് സഹിയായ ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, ഖുതുബ കേൾക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് പ്രിയപ്പെട്ടവരെ അതിന് വളരെയധികം പ്രാധാന്യം ഇസ്ലാം കൊടുക്കുന്നുണ്ട് എന്ന് വ്യത്യസ്ത ഹദീസുകളും ആ ഹദീസുകൾക്ക് പണ്ഡിതന്മാർ നൽകിയിട്ടുള്ള ഷറഹുകളും നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചില ഹദീസുകൾ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. അതിലൊന്ന് ഇമാം മുസ്ലിം അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഖ്തസു ലൈലത്തൽ ജുമുഅത്തി ബിഖിയാമിൻ മിൻ ബൈനിൽ ലയാലി വലാ തഖുസ്സു യൗമൽ ജുമുഅത്തി ബിസിയാമിൻ മിൻ ബൈനിൽ അയ്യാമി ഇല്ലാ അൻ യകൂന ഫീ സൗമിൻ യസൂമുഹു അഹദുക്കും. നിങ്ങൾ വെള്ളിയാഴ്ച രാത്രിയിൽ മാത്രം ഖിയാമുൽ ലൈൽ നമസ്കരിക്കാൻ തിരഞ്ഞെടുക്കരുത്. പതിവായി നമസ്കരിക്കുന്ന ആൾക്ക് അന്നും നമസ്കരിക്കാം. എന്നാൽ വെള്ളിയാഴ്ചക്ക് ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് വെള്ളിയാഴ്ച രാത്രിയിൽ മാത്രം ഖിയാമുൽ ലൈൽ പ്രത്യേകമാക്കരുത്. വെള്ളിയാഴ്ച പകൽ മാത്രമാക്കിക്കൊണ്ട് നിങ്ങൾ നോമ്പനുഷ്ഠിക്കരുത്. ചില ഉലമാക്കൾ പറയുന്നത്, ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ശറഹ് മുസ്ലിമിലും അതേപോലെ തന്നെ മറ്റു പല പണ്ഡിതന്മാരും പറയുന്നത്, അതിൽ ഒരുപാട് തത്വങ്ങളുണ്ട്. ആ തത്വങ്ങളിൽ ഒന്ന്, വെള്ളിയാഴ്ച രാത്രിയിൽ സുദീർഘമായി നമസ്കരിച്ച് ഉറക്കം നഷ്ടപ്പെട്ട് പിന്നീട് ഖുതുബക്ക് വന്ന് ഉറങ്ങുന്നൊരവസ്ഥ ഉണ്ടാവരുത്. ശ്രദ്ധിക്കുക. അപ്പോൾ അത് രാത്രി നമസ്കാരം പോലുമാണെങ്കിൽ ഹറാമുകളിലും തോന്നിവാസങ്ങളിലും വെള്ളിയാഴ്ച രാവിനെ കഴിച്ചുകൂട്ടി സുബൈ വരെ ഉറക്കമൊഴിഞ്ഞ് പിന്നീട് സുബൈക്ക് ശേഷം വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ ഉറങ്ങാനുള്ള ദിവസമാണെന്ന് ധരിച്ച് ഉറങ്ങി ബാങ്ക് കൊടുത്ത് ഖുതുബ തീരുന്ന ആ സമയം നോക്കി അല്ലെങ്കിൽ അവസാനത്തെ റക്അത്ത് മാത്രം നോക്കി പള്ളിയിലേക്ക് ഓടി വരുന്നവരുടെ അവസ്ഥ എന്തായിരിക്കും ചിന്തിക്കുക. അതേപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം നോമ്പനുഷ്ഠിക്കരുത് എന്ന് പറഞ്ഞതിലെ ഹിക്മത്തുകളിൽ ഒന്ന്, അന്ന് പള്ളിയിലേക്ക് നേരത്തെ വരാനും ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാനുള്ള ദിവസമാണ് വെള്ളിയാഴ്ച. പൊതുവേ നോറ്റ് വരുന്ന ആളുകൾക്ക് അന്ന് അൽഹംദുലില്ലാ റമളാനിലും അതേപോലെ തന്നെ വ്യാഴാഴ്ചയും ഒക്കെ നോൽക്കുന്ന ആളുകൾക്ക് ആ ഒരു പതിവാണെങ്കിൽ അവർക്ക് പ്രശ്നമില്ല. എന്നാൽ അന്ന് മാത്രമായി ഒരാൾ നോമ്പ് നോൽക്കുമ്പോൾ ക്ഷീണം കൂടുതലായിരിക്കും. അത് സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുന്നതിൽ, പള്ളിയിലേക്ക് നേരത്തെ വരുന്ന വിഷയത്തിൽ, ഖുതുബ കേൾക്കുന്ന വിഷയത്തിലൊക്കെ അയാളെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രയാസമുണ്ടാക്കും. അത്തരത്തിലുള്ള ഒരു ഹിക്മത്ത് കൂടി പണ്ഡിതന്മാർ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്.